പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ
ആഘോഷപൂർവമായ കുർബാന സ്വീകരണത്തിലൂടെ അങ്ങയുടെ സ്വന്തമാകുവാനും അങ്ങയുടേതായി ജീവിക്കുവാനും അന്നമോളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ സത്യമായി ഞങ്ങളുടെ ശരീരത്തിലും ഏൽപ്പിക്കുന്നവരും ആത്മാക്കളെയും ചെയ്യുന്നവരും ജീവനിത്യം പരിപാലിക്കുന്നവരുമാകും. ഞങ്ങളെപ്പോഴും സ്തുതിക്കുന്നത് ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. സകലത്തിന്റെയും നാഥായ രാജാവിൻ
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 41 മുതൽ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ എതിർത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈശോയെ സ്വീകരിക്കാനായിട്ട് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഹന്ന നിന്ന് ഈ ദേവാലയത്തിൽ ആയിരിക്കുകയാണ്. ഹനമോത്തോടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് തുടക്കം കുറിച്ചത് 10-ാം പീയൂസ് മാർപ്പാപ്പയാണ്. വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പയായതിനു ശേഷം ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ടായി, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളാണ്, അങ്ങേക്ക് ഏറ്റവും സന്തോഷം നൽകിയ നിമിഷങ്ങളാണ്. പദപ്രവർത്തകൻ ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം കർദിനാളായ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ മാർപ്പാപ്പയായ ദിവസമായിരിക്കും അദ്ദേഹത്തിന് അവിസ്മരണീയമായ ദിനമാണ്. പക്ഷേ 10-ാം പീയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത സുന്ദര നിമിഷം ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്ന ദിവ്യകാരുണ്യമാണ്. ആ ദിവ്യകാരുണ്യത്തെ സ്വന്തമാക്കുന്ന നിമിഷങ്ങൾ പിന്നീടുള്ള ജീവിതത്തിൽ നമുക്കെപ്പോഴും മുതൽക്കൂട്ടാണ്. മരിക്കുന്നതിന് മുമ്പ് ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഇന്ന് നമ്മോട് സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന. വിശ്വാസം സ്വീകരിച്ച ക്രൈസ്തവരായ നമുക്ക് മാത്രമേ ഇത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യം വിശ്വാസികളായ മാത്രമേ ഇത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന വസ്തുതയാണ്. ഒരു ധ്യാനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം ഓർക്കുകയാണ്. അദ്ദേഹം തൻ്റെ ഇടവകയിൽ നിന്ന് മറ്റൊരു ഇടവകയിലേക്ക് സ്ഥലം മാറുകയും അച്ഛനായിരുന്നു. അവിടെ എത്തിയപ്പോൾ അതേ ദിവസം അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് ഒത്തിരിയേറെ ആളുകൾ വന്നു. പക്ഷെ വികാരി അച്ഛൻ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ ആളുകൾ അച്ഛനെ പരിചയപ്പെട്ടു, വർത്തമാനങ്ങൾ പറഞ്ഞു, അച്ഛൻ്റെ വീട്ടുപേര് പേരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഇവരോരോരുത്തരായിട്ട് തിരിച്ചു പോയി. പക്ഷേ അച്ഛനെ കാത്തുകൊണ്ട് ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ പേര് അനിത എന്നാണ്. ഈ പെൺകുട്ടി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു, അച്ഛാ എനിക്കൊരാഗ്രഹമുണ്ട്, അച്ഛനത് സാധിച്ചതാണ്. അച്ഛൻ ചോദിച്ചെന്താണ് സാധിച്ചത് നോക്കാം. ഈ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ നാളെ വിശുദ്ധ കുർബാന, ഞായറാഴ്ചയാണല്ലോ വിശുദ്ധ കുർബാനയുടെ സമയത്ത് അച്ഛൻ വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ഞാൻ തട്ടം പിടിച്ചു. കമ്മ്യൂണിറ്റി പ്രേരിതം ശുശ്രൂഷകളൊക്കെ തട്ടം പിടിക്കും. വിശുദ്ധ കുർബാന താഴെ പോകാനായിട്ട് അത് പിടിച്ചു. പക്ഷേ ചോദിച്ച സാധാരണ ശുശ്രൂഷകളാണ് പിടിക്കുന്നത്. മോൾക്ക് എന്താണ് പോലെ ആഗ്രഹം, അച്ഛാ ഞാനൊരു ഹിന്ദു കുട്ടിയാണ്, ഞാനിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ്, ഒരു ഹിന്ദു കുട്ടിയാണ്, എനിക്ക് കുർബാന സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അറ്റ്ലീസ്റ്റ് അത് പിടിക്കുവാനായിട്ട് ഈ തട്ടം പിടിക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല. പിറ്റേ ദിവസം കുർബാനയുടെ സമയത്ത്, കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഈ അച്ഛൻ ശുശ്രൂഷയെ പെൺകുട്ടിയെ വിളിച്ചു. ഈ പെൺകുട്ടിക്ക് ഈ തട്ടം കൊടുത്തു. അച്ഛനും ഇവിടെ ഒരുമിച്ച് കുർബാന കൊടുക്കുകയും ഈ പെൺകുട്ടി തട്ടം പിടിക്കുന്നു, അച്ഛൻ കുർബാന കൊടുക്കുന്നു. അച്ഛൻ പറയുകയാണ്, ഈ പെൺകുട്ടി കുർബാന കൊടുക്കുന്ന സമയത്ത് കരയുകയാണ്. അച്ഛൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കപ്പയും മീനുമാണ് കഴിക്കുന്നത്. ചിലപ്പോൾ ചിലപ്പോൾ പൂച്ച നമുക്ക് അടുത്ത് വന്നിരിക്കും, അവിടെ വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഈ കപ്പ മീൻ എടുക്കുമ്പോൾ പൂച്ച
മീൻകറി എക്സ്പ്രഷൻ മീൻകറി അത് വായിലേക്ക് എക്സ്പ്രഷൻ ഇതുപോലെ ഒത്തിരിയേറെ ആഗ്രഹത്തോടുകൂടി വിശുദ്ധ കുർബാനത്തിൽ നോക്കി നാവിലേക്ക് പകർന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് തനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ലോ എന്ന് കരഞ്ഞുകൊണ്ട് ആ കുർബാന കൊടുക്കുന്ന സമയം മുഴുവൻ കരഞ്ഞുകൊണ്ടായിരിക്കുകയായിരുന്നു മച്ചപ്പള്ളിയോടെ. അതിനുശേഷം ഈ പെൺകുട്ടി ചെയ്യുന്ന ക്രൈസ്തവരായ മറ്റു പെൺകുട്ടികൾ കുർബാന ശുശ്രൂഷിച്ച് മുട്ടുകൂത്തുന്ന പ്രാർത്ഥിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഇവിടെ മറ്റ് ക്രൈസ്തവരായ പെൺകുട്ടികളുടെ കൈകളിലേക്ക് ചേർത്തുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന അനുഗ്രഹം കൂടി എനിക്കും കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമാധാനം വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കാതിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും ശ്രമിക്കാം. ഈശോ ഒത്തിരിയേറെ വേദനകൾ സഹിച്ച് നമുക്ക് നൽകുന്ന സമ്മാനം. രണ്ടാമതായിട്ട് ഇന്ന് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഹന്നയോട് ഞങ്ങൾ അച്ഛന്മാർക്ക് പറയുവാനുള്ളതാണ്. ഹന്നമോള് ഈ ദേവാലയത്തിലേക്ക് പ്രവേശനം പാടിയപ്പോൾ കടന്നു വന്നത് അപ്പച്ചനെയും അപ്പയുടെയും അമ്മയോടും കൂടി. ഇന്ന് ദേവാലയത്തിൽ നിന്ന് ഹന്നമോള് തിരിച്ചു പോകുമ്പോൾ ഹന്നയോടൊപ്പം നല്ലൊരു ഫ്രണ്ടുകളും ഈശോ നല്ലൊരു ഫ്രണ്ടുകളും ഈശോ ഹന്നമോളെ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈശോയെ ഹന്നമോളുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഇരുത്താണ്. ഈശോ ഒത്തിരിയേറെ ഹന്നയെ സ്നേഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വഴി നടത്തുവാനും എല്ലാ കാര്യങ്ങളും ക്രമമായി ക്രമീകരിക്കുവാനും ഈശോ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്നു ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായി ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. Ooh.
സ്വാസ്ഥ്യയുടെ ആയിരങ്ങളും ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപങ്ങളുമായ സ്വർഗീയ സേനകൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധമായ ക്രോപന്മാരോടും സ്നേഹന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ും
രക്തദാനം ചെയ്യുന്ന സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനു വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ധാരാളമായി ഭവിക്കട്ടെ. മനുഷ്യാവസ്ഥ നൽകിയ മതപതിയോ സ്വർഗ്ഗരാജ്യത്തിൽ സകല നീതിമാന്മാരുടെ സ്തുതിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ
ജീവിതം നവീകരിക്കുവാൻ ഞങ്ങൾക്ക് സഹായമായി തീരട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമചിത്തമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സ്വദേശിച്ച